സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നീതിയും സഹായവും ഉറപ്പാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ക്രൈസ്തവ സഭകൾ നടത്തിവരുന്നതെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടത്തുന്ന പ്രവർത്തനങ്ങളും കെയർ ഹോംസ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും ദുർബല വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന FCRA പോലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്നും അധികൃതർ പിന്തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിഷപ്പ് പറഞ്ഞു. നമ്മളതിൻ്റെ കാര്യങ്ങൾ തക്കസമയത്ത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനും ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സഭ കാത്തു സൂക്ഷിക്കുന്ന ആ നല്ല ക്രൈസ്തവ ജീവിത മാതൃക നമ്മുടെ കൂട്ടത്തിൽ ആവശ്യക്കാരായിട്ട് ആരും തന്നെ ഇല്ലാത്ത വിധത്തിൽ എല്ലാവരെയും വളർത്തി വലുതാക്കണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും നിങ്ങൾ അന്മാരും എന്തുമാത്രം സർവീസ് ചെയ്യുന്നു. അത് കെയർ ഹോംസ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകളായിട്ടും വേറൊരു മനുഷ്യനും ചെയ്യാത്ത അത്രമാത്രം നീതിബോധത്തോടു കൂടിയാണ് നമ്മുടെ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. നമ്മളിത് പൊതുവേദിയിൽ വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമാധാനത്തെയും പൊതു നീതി ന്യായ സംവിധാനത്തെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ധാർമ്മിക ബോധമതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കണം. കർത്താവ് നമുക്ക് നൽകിയ കൃപ നമ്മളിലൂടെ വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ലോക്സഭയിൽ FCRAയുടെ ചർച്ച മാറ്റിവെച്ച് വലിയൊരു അനുഗ്രഹമാണ്. തീർന്നു എന്ന് വിചാരിക്കേണ്ട. എങ്കിലും അവർ നമ്മൾ ഉന്നയിച്ച ആ കാര്യത്തിൽ ഒരു ധാർമ്മിക ചിന്തയുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായതുകൊണ്ടാണ്. ആ നീതി ബോധമാണ് കർത്താവിൻ്റെ ഈ പെസഹായിൽ നമുക്ക് നൽകുന്നത്. നീതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ കർത്താവിനും മരിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെയുള്ളൊരു പ്രയാസപ്പെട്ടൊരു വിഷയമാണ് ഈ നാടുകളിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മൾ കരുതുന്ന ദളിത് സഹോദരങ്ങളുടെ ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുത്തി അതിൻ്റെ ആ ഒരു സർക്കാരിൽ നൽകുന്ന കാരുണ്യ സംഭാവനകൾ സ്വീകരിക്കാനും കത്തോലിക് ക്രൈസ്തവരായ ദളിതർക്ക് അവകാശമില്ല എന്ന് വീണ്ടും സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയെ കുറ്റം പറയാനൊന്നും ഒരു അവകാശവുമില്ല. കോടതിയിൽ മുമ്പും ഇതുപോലുള്ള വിധികൾ നടത്തിയിട്ടുണ്ട്. അവർ വീണ്ടും അത് മാറ്റി ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറ്റം പറയുകയല്ല. ഇതിനൊരു പുനർവിചാരം കോടതി നൽകുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ 6% ആളുകൾ ദളിതരേശ്വരാണ്. നമ്മുടെ രൂപതയാണ് ഇത് ഗൗരവതരമായി ബാധിക്കുന്ന വിഷയം. എന്നെ ബാധിക്കുകയില്ല, എൻ്റെ ടെൻഷനുണ്ട്, എനിക്ക് മക്കൾ വിദേശത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഡിയോ അകലുകയാണ്, മാറി മഴയുകയാണ്. ഇതിനൊന്നും ഒരു കാര്യമില്ല. ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ദളിത് ക്രൈസ്തവർക്ക് സംവരണം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധി പുനഃപരിശോധിച്ച് നീതി ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിലും നിയമാനുസൃതമായ നടപടികളാണ് ഉണ്ടാവേണ്ടത്. പല കത്തീഡ്രലിൽ പെസഹ വ്യാഴത്തിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് വിശ്വാസ സമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്.